കോട്ടയം കുമരകം പഞ്ചായത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും ഒന്നിച്ചു. യു.ഡി.എഫും ബി.ജെ.പിയും സ്വതന്ത്ര അംഗത്തെ പിന്തുണച്ചതോടെ മത്സരം ടൈയായി. ഇതോടെ നറുക്കെടുപ്പിലൂടെ സ്വതന്ത്ര അംഗം എ.പി. ഗോപി പ്രസിഡന്റായി. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് 8 വോട്ടുകൾ ലഭിച്ചു. പ്രതികാരമൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ ഒരു വേദിക്ക് വേണ്ടി നേരത്തെ തന്നെ ഒരു 7-ാം വാർഡിൽ നിന്ന് മത്സരിപ്പിച്ചു. അത് പാർട്ടിയുടെ ആളുകൾ തന്നെ എന്നെ തോൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 200 വോട്ടിന് വ്യത്യാസത്തിൽ LDF ജയിച്ച വാർഡിൽ നിന്നാണ് ഞാൻ 111 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, സ്വതന്ത്ര അംഗമാണ്. സ്വതന്ത്ര അംഗത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ബി.ജെ.പിയും കോൺഗ്രസും വോട്ട് ചെയ്തു. ആ സാഹചര്യം എന്താണ്? ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്ത് നിലപാടായിരിക്കും? കുമരകം പഞ്ചായത്തിലെ കക്ഷിനില നോക്കുകയാണെങ്കിൽ കുമരകം പഞ്ചായത്തിൽ 8 അംഗങ്ങളാണ് LDF-ന് ഉള്ളത്. UDF-ന് 5ഉം ബി.ജെ.പിക്ക് 3 അംഗങ്ങളുമാണുള്ളത്. ഇതിൽ ഈ കുമരകം പഞ്ചായത്തിലെ ഈ സ്വതന്ത്ര അംഗമായിട്ടുള്ള എ.പി. ഗോപി പഴയ CPM പ്രവർത്തകനാണ്. അദ്ദേഹം തുടർന്ന് പിന്നീട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയായിരുന്നു. ഈ സാഹചര്യം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഈ LDF-ന്റെയും UDF-ന്റെയും ബി.ജെ.പിക്ക് 3 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ വോട്ടെടുപ്പിൽ UDF-ഉം ബി.ജെ.പിയും സ്വതന്ത്ര അംഗത്തിന് വോട്ട് ചെയ്തു. ഇതോടെ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം എത്തുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് ഈ ഗോപി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എങ്ങനെയാകും എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ശരി, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഇപ്പോൾ സ്വതന്ത്ര അംഗത്തിനെ പിന്തുണയ്ക്കുകയായിരുന്നു ബി.ജെ.പിയും കോൺഗ്രസും ചേർന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.